സാധന എന്ന പേരിൽ തുടങ്ങിയ സമഗ്ര വിദ്യാഭ്യാസ വികസന പരിപാടിയുടെ ഭാഗമായാണ് ഒറ്റപ്പാലത്തെ സ്കൂളുകളിൽ ഇന്റർനെറ്റ് എത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരം ഉയർത്തുക എന്നതിനൊപ്പം നവീന സാങ്കേതിക വിദ്യയിൽ വിദ്യാർത്ഥികളെ സാക്ഷരരാക്കുക എന്നതുകൂടി സാധന ലക്ഷ്യം വെച്ചിരുന്നു. അതാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. സർക്കാർ എയ്ഡഡ് വ്യത്യാസമില്ലാതെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്കിന്ന് ഇന്റർനെറ്റിനെ അടുത്തറിയാം. അതിന്റെ ഉപയോഗവും അനന്ത സാധ്യതകളും അറിയാം. 18 സ്കൂളുകളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയാണ്. അത് ഗവൺമെൻറ് തന്നെ നേരിട്ട് കൊടുത്തു. 90 സ്കൂളുകളിൽ MLA ഫണ്ടിൽ നിന്ന് ഇൻ്റർനെറ്റ് കൊടുത്തു. 90 സ്കൂളുകളിൽ 3-in-1 പ്രിൻ്റർ, സ്കാനർ, ഫോട്ടോ കോപ്പി മെഷീൻ MLA ഫണ്ടിൽ നിന്ന് കൊടുത്തു. പദ്ധതിയിലൂടെ മണ്ഡലത്തിലെ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറി. പരമ്പരാഗതമായി പിന്തുടർന്നു വന്ന നിറങ്ങൾ സ്കൂൾ ചുമരുകളിൽ നിന്നും മാറ്റപ്പെട്ടു. വിദ്യാർത്ഥികളുടെ മികവും പരിമിതികളും തിരിച്ചറിഞ്ഞ് പ്രത്യേക പരിശീലനം വേണ്ടവർക്ക് അതുറപ്പാക്കാനും പദ്ധതിയുണ്ട്. ഓരോ കുട്ടിയുടെയും കുടുംബാന്തരീക്ഷം കൂടി മനസ്സിലാക്കിയുള്ള മനഃശാസ്ത്രപരമായ സമീപനമാണത്. ഒരു കുട്ടി പഠിച്ച് ജയിക്കണമെങ്കിൽ കുടുംബാന്തരീക്ഷം കൂടി നന്നാക്കിയെടുക്കണം. അപ്പോൾ കുടുംബാന്തരീക്ഷത്തെ കൂടി ക്രമപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി കഴിയത്തക്ക രീതിയിലുള്ള കൗൺസിലിംഗ് ഏർപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിലും പദ്ധതി ജാഗ്രത കാട്ടുന്നു. മെഡിക്കൽ ക്യാമ്പുകളിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി സമിതിയുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളുടെ ഏകോപനത്തിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണ മികവിന്റെയും വിജയമാണ് ഒറ്റപ്പാലത്ത് കാണുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.